കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ത്രില്ലർ സിനിമകൾ ചൂസ് ചെയ്തത്. പിന്നെ ഇങ്ങനത്തെ സബ്ജക്റ്റുകളെനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ എല്ലാ കഥകളും റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട്. കാരണം ഇതിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാന്നുള്ളത്. അപ്പോൾ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന് തോന്നി ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ആളുകളും പോസിറ്റീവ് പറഞ്ഞു. പിന്നീട് വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് അത് കണക്ട് ആവുന്നു, പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആവുന്നു, ആർട്ടിസ്റ്റിന് ഓക്കെ ആവുന്നു. അങ്ങനെയാണ് അത് ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് ആനശ്രീബാലൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്വൽ എഴുതാൻ പോലും തോന്നുന്ന, ഒരു പാർട്ട് 2 എഴുതാൻ പോലും തോന്നുന്ന ഒരു കാരണം ഈ അമ്മ മകൻ എന്ന് പറഞ്ഞാൽ ഇനിയും ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്താം. ഒരു സാധാരണക്കാർ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഇനിയും പല കേസുകളും ഇൻവോൾവ് ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആനന്ദ്. അല്ല അതേ പറഞ്ഞത്, എനിക്ക് എഴുതാൻ തോന്നുന്ന ഒരു കഥയാണ് ആനന്ദ് ശ്രീബാലൻ. ആ കഥാപാത്രങ്ങളാണ് രജിസ്റ്റേർഡ്, ആനന്ദും ശ്രീബാലയും. അപ്പം രണ്ട് ശ്രീബാലയും രജിസ്റ്ററാണ്. അപ്പം ഇനി അത് ഈഗോ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളും അയാൾ ഇപ്പോൾ ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും വേണേ അടുത്തൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം വിഷ്ണു ഒക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ടി പ്ലാൻ ചെയ്യും.